ബഹിരാകാശ ഗവേഷണ രംഗത്ത് വീണ്ടും വെന്നിക്കൊടി പാറിച്ച് ISRO. ഭ്രമണപഥത്തിൽ വെച്ച് ഉപഗ്രഹങ്ങൾ കൂട്ടിയോജിപ്പിക്കുന്ന സ്പേസ് ഡോക്കിംഗ് സാങ്കേതികവിദ്യ കരസ്ഥമാക്കുന്ന 4ാമത്തെ രാജ്യമായി ഭാരതം മാറി. സ്വപ്ന പദ്ധതികൾക്ക് മുതൽക്കൂട്ടാകുന്ന സുപ്രധാന ചുവടുവയ്പാണ് ISRO വിജയകരമാക്കിയത്. Lift off normal. That's a marvelous lift off for PSLV. നമ്മളത് നേടി. ഇന്നത്തെ പ്രഭാതത്തിൽ രാജ്യം കേൾക്കാൻ കൊതിച്ച ആ വാർത്ത ISRO പുറത്തുവിട്ടു. 3ാമത്തെ ശ്രമത്തിലാണ് സ്പേഡെക്സ് ദൗത്യത്തിന്റെ ഭാഗമായ 2 ഉപഗ്രഹങ്ങളും കൂട്ടിയോജിപ്പിച്ചത്. ഡിസംബർ 30 രാത്രിയാണ് PSLV C60 2 ഉപഗ്രഹങ്ങളുമായി ശ്രീഹരിക്കോട്ടയിൽ നിന്ന് കുതിച്ചുയർന്നത്. ഭൂമിയിൽ നിന്ന് 475 കിലോമീറ്റർ ദൂരെയുള്ള ഭ്രമണപഥത്തിലേക്ക് ഉപഗ്രഹങ്ങളെ എത്തിച്ചു. ഇവ തമ്മിലുള്ള അകലം കുറയ്ക്കാൻ ശ്രമിക്കുന്നതിനിടെ 2 തവണ സാങ്കേതിക പ്രശ്നം മൂലം ദൗത്യം മാറ്റിവെച്ചു. തുടർന്ന് ഇന്ന് പുലർച്ചെ നടത്തിയ ശ്രമമാണ് വിജയം കണ്ടത്. ഇനി ഈ ഉപഗ്രഹങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ ലഭിക്കണം. ഇതുകൂടാതെ കൂട്ടിയോജിപ്പിച്ച ഉപഗ്രഹങ്ങളെ വേർപെടുത്തുന്ന അൺഡോക്കിംഗ് പരീക്ഷണവും അടുത്ത ദിവസങ്ങളിൽ നടത്തും. Understanding and analyzing the whole thing, ground realities. So it has come out well. I don't have the details, but I understand that it is docked successfully. Which means after docking, they will be passing the electrical power from the chaser to the target. Now these are 2 satellites. Now these 2 satellites can be clubbed together right now, and they can be separated. So they can work as 2 satellites or they can work as a single satellite. ഭാരതത്തിന്റെ സ്വന്തം ബഹിരാകാശ നിലയം, ചന്ദ്രയാൻ 4 തുടങ്ങിയ സ്വപ്ന പദ്ധതികൾക്ക് നിർണായകമാണ് സ്പേസ് ഡോക്കിംഗ് സാങ്കേതികവിദ്യ. ഇന്ത്യക്ക് പുറമെ അമേരിക്ക, ചൈന, റഷ്യ എന്നീ രാജ്യങ്ങളാണ് സ്പേസ് ഡോക്കിംഗ് വിജയകരമായി പൂർത്തിയാക്കിയിട്ടുള്ളത്. നേട്ടത്തിനു പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശാസ്ത്രജ്ഞരെ അഭിനന്ദിച്ചു. KB ശ്രീധരൻ, മാതൃഭൂമി ന്യൂസ്, ബംഗളൂരു.